അമ്മായിയമ്മ നന്നായിട്ട് നോക്കിയേം ചെയ്ത്. എന്റെ മമ്മി വേറെ എന്തേലും ജോലി പറ മമ്മി. മിറ്റടിക്കാനെ കൊണ്ട് വയ്യ. ഇല്ല അത് കുഴപ്പമില്ല. കാലിന് ഭയങ്കര വേദന. പ്രസവത്തിന് എളുപ്പമാണെന്നാ പറയണ മിറ്റൊക്കെ അടിക്കണം. കുഞ്ഞൊന്നും 3 മാസത്തിനിടെ 246 കോടിയുടെ കൃഷിനാശം. കൂടുതൽ ഇടുക്കി, കുറവ് എറണാകുളത്ത്. നഷ്ടപരിഹാരം സംബന്ധിച്ച് നടപടിയൊന്നുമില്ല. എന്നാ മകളെ പരിപാടിയാണല്ലേ? ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കഴിച്ചാൽ മതി കേട്ടോ. ഒരേത്തപ്പഴമാർക്ക് വെയിറ്റ് കൂടുതലാന്നാ പറഞ്ഞ. എന്നാ നിനക്ക് വരണം. കപ്പ മീനൊന്നും തിന്നുന്നുണ്ടാ? ഇന്നലെ തിന്നതാണ്. കപ്പ മീനൊന്നും വെയിറ്റ് കൂടും. നമുക്ക് 10 കിലോ വെയിറ്റ് വീന്ന് പറഞ്ഞ്. ആകെ ഗർഭകാലത്ത് 13 കിലോയെ കൂടാവുള്ളെന്ന് പറഞ്ഞേ. ഇനി കിടക്കുക മാസം 3-4. എന്റെ അമ്മായിയമ്മയുടെ സംരക്ഷണം. അമ്മായിയമ്മ നന്നായിട്ട് നോക്കിയേം ചെയ്ത്. ഇങ്ങനെ അമ്മായിയമ്മ ഫുഡ് കുറയ്ക്കുക. ഗർഭിണിയാന്നും പറഞ്ഞോണ്ട് കണ്ണക്കാണെന്നൊക്കെ വലിച്ചെടുക്കും. അതിനല്ലാണ്ട് തിന്നാന്ന് ഞാൻ പറയത്. കൂടുതലും എനിക്ക് ഷുഗർ കഴിക്കാനുള്ള വേണ്ട അത് പഴമല്ലേ. അത് പഴം ഞാൻ തൊലി കളഞ്ഞ പുഴുങ്ങിയതാണ്. ശരിക്കും പഴുത്തില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ പുഴുങ്ങിയത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടോ? തിന്നു നോക്കട്ടെ. അളിഞ്ഞു പോക്കോട്ടോ. നല്ല ടേസ്റ്റ് ഇല്ലേ? അപ്പം മീനൊന്നുമില്ല. 4 കിലോ കുറച്ചിട്ട്. അതെ 4 കിലോ കുറയ്ക്കാനാ ഡോക്ടർ പറഞ്ഞത്. മമ്മിയും കുറയ്ക്കണം കൂടെ 4 കിലോ. ഞാൻ ഗർഭിണിയൊന്നും അല്ല. എന്റെ അവസാന കാലങ്ങളൊക്കെ നന്നായിട്ട് തിന്ന്. മമ്മിയാണോ നീയാണോ ഗർഭിണിയെന്നോ? ഭയങ്കര ക്ഷീണമാണ്. ഒരു ജോബോട് കൈകളെടുക്കുക. ഗർഭിണികള് മിറ്റടിക്കണൊക്കെ നല്ലതെന്ന് പറയണ. പ്രസവത്തിന് എളുപ്പത്തിനൊക്കെ അങ്ങനെ കാരണവന്മാര് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മകളാണെങ്കിലുള്ള ചൂല് എടുത്താൽ മിറ്റത്തേക്ക് ഇറങ്ങാം. ചുമ്മാ പണിയെടുപ്പിക്കാനൊന്നും അല്ല. അങ്ങനെ മിറ്റടിക്കുകയൊക്കെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. കുശുമ്പൊന്നുമില്ല. ഞാൻ തന്നെ പോയിട്ട് ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് ഇത്ര വെയിറ്റ് കൂടിയെന്ന്. ഞാൻ തന്നെ അനുഭവിക്കാൻ. നീ ഉണ്ടല്ലോ മധുരം ആ ബേക്കറി സാധനം ഒരു സാധനം തന്നേക്കല. എന്നിട്ട് കേക്ക് മേടിച്ചോണ്ട് നിനക്കിട്ട് തരണം. നീ കെട്ടിയൊക്കെയുള്ള കേക്കെല്ലാം മേടിച്ചു കൊടുക്കണേ. അതായിരുന്നു ഞാനോടത്ത് ഗർഭിണിയാക്കി തന്നെയാണോ? ഇനി മധുര സാധനങ്ങളൊക്കെ പറയും. വേണം നിങ്ങളുടെ അപ്പം മുട്ടക്കറി ഉണ്ടാക്കണ്ട്. ഒരു മുട്ടയും ഒരപ്പവും തിന്നു. അപ്പം മുട്ടക്കറി ഉണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ഭയങ്കര വേദന. പ്രസവത്തിന് എളുപ്പമാണെന്നാ പറയണ. മിറ്റൊക്കെ അടിക്കണേ. കുഞ്ഞൊന്നും മിറ്റൊക്കെ അടിക്കണേ. അമ്മയുടെ കള്ളത്തരം. എനിക്കൊരു ചവിട്ട് കിട്ടി. ഒരു കുഴപ്പമില്ല. ഏത് വേന പറയണേ അമ്മ. അമ്മ ഏറ്റവും മിറ്റടിക്കാനാ പറയണേ. അറിയാ ഞാൻ ചവിട്ടേണ്ട പല ചവിട്ടുകളും അവനാണെങ്കിലും അവളാണെങ്കിലും കൊടുക്കുന്നുണ്ട്. അത് മതി. എന്റെ മമ്മി വേറെ എന്തേലും ജോലി പറ മമ്മി. മിറ്റടിക്കാനെ കൊണ്ട് വയ്യ. നീളമുള്ള ചൂല. അതിന് വള്ള കളാതൊക്കെ ആരോട് നീളമുള്ള ജോലി മേടിച്ചത്? പണിയെടുക്കാൻ കഴിയില്ല. എന്നിട്ട് ഓപ്പറേഷനായി ഇപ്രഷനായി. എന്റെ മമ്മി ഇപ്പോഴത്തെ പെണ്ണുങ്ങൾക്കൊന്നും പണിയെടുക്കാൻ കഴിയല്ലോ. എന്നിട്ട് ഓപ്പറേഷനും ഇപ്രഷനും ഒക്കെ ആയിട്ട് ഒത്തിരി പണിയെടുക്കണമെന്ന് പറഞ്ഞു. ഒത്തിരി അല്ല. മിറ്റടിക്കണ വലിയ വെയിറ്റ് ഉള്ള പണിയൊന്നും അല്ല. അവനെ ചക്കരയല്ല. ഞങ്ങള് എല്ലാ ദിവസവും മഴ പെയ്യും കാറ്റ് വീശാൻ എല്ലാ ദിവസവും മിറ്റടിക്കണം. ഈ മഴയുടെ സീസൺ കുറച്ച് ഒതുങ്ങട്ടെ എന്നിട്ട് അടിക്കാം. അങ്ങനെ കളത്തരത്തിൽ ഇരുന്നാ ഇന്നിപ്പോ ഇന്നലെ വൈകുന്നേരം അടിക്കാനും ഡാഡി ഒത്തിരി പറഞ്ഞ. ഞാൻ എനിക്ക് പോകാൻ ക്ഷീണമായിരുന്നു. മടിയായിരുന്നു. അപ്പൊ ഇന്ന് അമ്മയ്ക്ക് ക്ഷീണമൊക്കെ വരും കേട്ടോ. മാത്രല്ല നിങ്ങളെ രണ്ടുപേരെക്കാളും ക്ഷീണമുള്ള ഒരാളെ ഞാൻ കാണിച്ചത്. ആരാ? നീ ആയിരിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ ക്ഷീണമുള്ള ഒരാള്. അമ്മേ എനിക്ക് മിറ്റം അടിക്കണേക്കാളും ഇഷ്ടം അപ്പം ചുടുന്ന. അത് ചുടട്ടെ. അപ്പൊ ഞാൻ മിറ്റം അടിക്കണ അപ്പം ചുടണോ അല്ലേ? കള്ളി. അപ്പം ഞാൻ ചുട്ടോളാം. ആണോ? അപ്പം ചുടണോ മിറ്റം അടിക്കണോ തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഒരിക്കലില്ല. അപ്പം ചുടുന്ന സോ സിമ്പിൾ. വെയിലായിരുന്നേ പോയി മിറ്റം അടിക്കാം. ഓരോരോ പണികൾ കിട്ടുന്നത്. ഈ മഴയൊക്കെ പെയ്യുവാണെങ്കിൽ പെയ്താ പോരെ. ഈ കണ്ട കാറ്റെല്ലാം വീശി ഈ കരികട മൊത്തം ചടിക്കുന്ന വല്ല ആവശ്യമുണ്ടോ? ഇത് ഇന്നടിച്ചിടും പിന്നെയും പഴയ വഴിയാവും. പിന്നെന്തിനാ അടിക്കുക? ഈ മിറ്റം അടിക്കാൻ കൂടിട്ട് പോവാ. മിറ്റം അടിക്കാനോ? ആ
ഞാൻ ഗർഭിണിയല്ലല്ലോ. ഗർഭിണികൾക്ക് പറഞ്ഞിട്ടുള്ള ജോലിയിൽ കാണാൻ മിറ്റൊഴിയെന്നൊക്കെ രാവിലെ ഒരു കേട്ടു. രാവിലെ രാവിലെ ഒരു പച്ച കളർ ബനിയൻ എവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയ ബനിയനാണ് കേട്ടോ. ഫ്രീ ആയിട്ടോ? അതിന് ചേരുന്ന ഒരു മഞ്ഞ കളർ ബാഗും എവിടുന്ന് കിട്ടുന്നു അതൊക്കെ. നിന്നെ കിട്ടിയ പോലെ തന്നെ അതും കിട്ടി. അതെ. ഓഹോ, ഇതെന്താ ഇത്? രാവിലെ വലിയ പണിക്ക് പോകണ്ടോ ഇതൊക്കെ ഇട്ട്? ഒരു ബൈക്ക് ഓടിക്കണമെങ്കിൽ എന്തൊക്കെ പണിയെടുത്താലും. അതാ എൻ്റെ കൂടെ മിറ്റം അടിക്കാൻ കൂടാ, അതാ അതിന് എളുപ്പം. വാ എടി ചിച്ചാമണി, ആ അലമാരിക്കകത്തേ തുറന്ന് ഒരു പച്ച ഹെൽമെറ്റ് ഉണ്ടാവും. ആ ഹെൽമെറ്റിനകത്ത് ചുവന്ന ഗ്ലൗസും കൂടെ ഉണ്ടാവും. അത് എടുക്കാവും. ഓ, ചുമപ്പ് കളറുകൾ ഇനി ഇതിന്റെ ഇടയ്ക്ക് കുത്തിക്കയറ്റല്ലേ. 8 കാര്യമാണ് ഇതിനെ പിടിച്ചൊരു കടി കൊടുക്കുക. അതിനകത്തൊരു പാമ്പ് വല്ലതും ഉണ്ടോന്ന് നോക്ക് മനുഷ്യ. ആ ചെരുപ്പൊക്കെ ഇടുന്നതിന് മുന്നേ പാമ്പ് പ്രസവിച്ചു കിടന്നാലും അറിയില്ല അതിനകത്ത്. എങ്ങനെ? ഇതാണ് മമ്മി പറഞ്ഞ നീളമുള്ള ചൂല്. വെയിൽ കൊള്ളണ്ട, ബാ അത്രേ കടിച്ചാൽ മതി. ഇത് എക്സ്പൾസുകാരെല്ലാം കൂടെ എങ്ങോട്ടാ ഇന്ന്? ഓഹോ, എനിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയായി പോയി, അതുകൊണ്ട് നിങ്ങളെ വെറുതെ വിട്ടിരിക്കുന്നു. എന്നാ ശരി, ടാറ്റാ.